ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ മോനും പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു 6 മണിയായിട്ടുണ്ട്. 6 മണിയായ സമയത്താണ് കേട്ടോ ഈ ചായ ഇടുന്നത്. എനിക്കും ഉമ്മാക്കുള്ള ചായ തന്നെ ഉണ്ടാക്കുന്നത്, പക്ഷേ കുടിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇതുപോലെ ചായ ഉണ്ടാക്കി തീർക്കുമല്ലോ. അധികം ആൾക്കാരും ചായ ഉണ്ടാക്കി തീർക്കും ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ കുറേ മുമ്പ് ഇങ്ങനെ ഒന്നല്ല കേട്ടോ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെ എന്താ പറയുക, ബദാമും ഉണക്കമുന്തിരിയൊക്കെ വെള്ളത്തിലിട്ട് അതൊക്കെ കഴിച്ചിട്ടാണ് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യല്. പക്ഷേ അതൊക്കെ എവിടെയോ നിന്ന് പോയി കേട്ടോ. പാതി വയ്യാവാന്ന് പറയുന്നില്ല, ഇതുപോലെ അതിനൊക്കെ എത്രയോ ആയിട്ടുണ്ടായിട്ടുള്ളൂ. കുറച്ച് നാൾ ഓരോ വീഡിയോസ് കാണുമ്പോഴുള്ള ഒരു ആവേശമില്ല അതിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. പിന്നെ അതൊക്കെ എവിടെയോ പോയി. നമ്മൾ ചെറുപ്പകാലം തൊട്ട് നമ്മളെന്താണോ ചെയ്തത് അതിലേക്ക് തന്നെ തിരിച്ചു വന്നു കേട്ടോ. നമ്മൾ ചെറുപ്പത്തിൽ രാവിലെ മുതൽ ഉമ്മ ചായ തന്നെ ശീലമാക്കുന്നുണ്ട്, നമുക്ക് ചായ ഇല്ലാത്ത ആവില്ല ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങോട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ ചായക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരിയും 1/2 കപ്പ് ഉഴുന്നും തലേന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇത് ഒരു മിക്സിൻ്റെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് 2 കപ്പ് അരിക്ക് 1 കപ്പ് ചോറ് ചേർക്കുന്നുണ്ട് കേട്ടോ. അരക്കുന്ന ടൈം 1 കപ്പ് ചോറ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അരി അരച്ചെടുക്കുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക്, പിന്നെ ഇഞ്ചി, ചെറിയ പീസ് ഇഞ്ചി, കറിവേപ്പിലും ചേർത്ത് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് പച്ചമുളകിന് പകരം കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതെടുക്കുക. അതാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. എൻ്റെ കയ്യിൽ കാന്താരി ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് പച്ചമുളക് ചേർത്ത് കൊടുത്തത്. അങ്ങനെ അധികം എന്താ പറയുക, ദോശമാവിലൊന്നും പോലെ ലൂസാക്കാത്ത, എന്നാൽ അധികം ടൈറ്റ് ആവാത്ത അരച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കനോ മട്ടനോ ബീഫോ വെജിറ്റബിളോ ഒന്നും കറി കോമ്പിനേഷൻ ആവില്ല കേട്ടോ. അതിന് കൂടെ കഴിക്കാൻ നമ്മളെ ചട്നി ശരിയാവും. അത് നമുക്ക് വെള്ള ചട്നി, തൈരൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ചട്നി ഉണ്ടാക്കാം, അല്ലാത്ത ഇങ്ങനത്തെ ചുവന്ന ചട്നി ഉണ്ടാക്കാം കേട്ടോ. ഞാൻ അധികം എനിക്കിഷ്ടം, അതായത് എനിക്കും മക്കൾക്കും എല്ലാം ഇഷ്ടം ഇതുപോലെ ചുവന്ന ചട്നിയാണ്. അതുകൊണ്ട് ഞാൻ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചൂടാക്കിയിട്ട് ഇതുപോലെ ചട്നി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചട്നിയും അയപ്പവും കഴിക്കാനായിട്ട്. അപ്പത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ, എനിക്കറിയില്ല ഇതിൻ്റെ പേരെന്താണ്. അപ്പോൾ യൂട്യൂബിലൊക്കെ ഇതിൻ്റെ വേറൊരു മോഡൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, പരിഹാരം എന്താണെന്ന് എനിക്കറിയില്ല, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്കിത് എന്താ പറയുക, പഠിപ്പിച്ചു തന്നതും കാണിച്ചു തന്നതൊക്കെ എൻ്റെ അയൽവാസിയാണ് കേട്ടോ. അപ്പോൾ അവർ ഉണ്ടാക്കിയിട്ട് എനിക്കൊക്കെ കഴിക്കാൻ തന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കിത് കറികളൊന്നും ഇല്ലാത്ത തന്നെ ഈ അപ്പം എന്താ പറയുക, നമുക്ക് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള, എന്നാലും ഇന്നും പച്ചരിയും ചോറും അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, കാന്താരി മുളകോ പച്ചമുളകോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ എരിവിന് ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ട് അരച്ചെടുത്തുകൊണ്ട് ഈ അപ്പത്തിന് കറിയൊന്നും കൂട്ടാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാനിത് ഒരു ഉണ്ണിയപ്പച്ചട്ടിയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, അധികം ടൈമൊന്നും വേണ്ട. നമ്മൾ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിങ്ങനെ ഇളകി വരും കേട്ടോ. അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്ന് കോരി മാറ്റുക കേട്ടോ. നമ്മളൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. എന്നാൽ പിന്നെ എന്താ പറയുക, ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഇതും ഈ ചട്നിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതായത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 ഗ്ലാസ് അരിക്ക് 1/2 കപ്പ് ഉഴുന്നാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെക്കേണ്ടത്. 1/2 കപ്പ് ഉഴുന്ന് ഇട്ടിട്ട് 2 ഗ്ലാസ് അരി, അത് നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പിന്നെ പച്ചരിയും ഉഴുന്നൊക്കെ കൂട്ടിയെടുക്കുക കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് 1/4 കപ്പ് ഉഴുന്ന് ഇതിൻ്റെ അകത്താണ് നമ്മൾ ഈ ഇഡ്ഡലി ദോശ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നില്ല, അതുപോലെ തന്നെ ഉഴുന്നിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അരക്കുന്ന ടൈം നമ്മൾ എത്രയാണോ 2 ഗ്ലാസ് അരിയാണെങ്കിൽ 1 ഗ്ലാസ് ചോറിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചി ചേർക്കുമ്പോൾ എന്താ പറയുക, ഇഞ്ചി കൂടി പോകാത്ത നോക്കണം കേട്ടോ. ഇഞ്ചി കൂടി കഴിഞ്ഞാൽ ഇഞ്ചിൻ്റെ കുത്തുന്ന ടേസ്റ്റ് വരും. പരമാവധി കാന്താരി മുളക് ഇട്ടിട്ട് തന്നെ അരച്ചെടുക്കാൻ നോക്കുക. എന്നിട്ട് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ചുട്ടെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ അപ്പത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മളെ വീട്ടിൽ ഇതിന് ഉണ്ണീന്നാണ് പറയൽ കേട്ടോ. ഉണ്ണിയപ്പം ചട്ടിയിൽ വയ്ക്കുന്നത് കൊണ്ട് ഉണ്ണീന്നാണ് നമ്മൾ പറയൽ, ഉണ്ണിയും ചട്നിന്ന്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർക്ക് ഈ അപ്പത്തിൻ്റെ പേരറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ.
അപ്പോൾ ഇന്നത്തെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പാത്രമെല്ലാം ഒന്ന് കൈ വെക്കലാണ് കേട്ടോ. പാത്രമെല്ലാം കൈ കൊണ്ടൊപ്പം തടുത്ത് കിച്ചൺ ക്ലീൻ ആൻഡ് നീറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യലാണ്. അപ്പോൾ ഇന്ന് എന്താ പറയുക ലഞ്ചും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ, നമുക്ക് ഒരുപാട് പരിപാടിയുണ്ട്. അപ്പോൾ അതിനൊക്കെ പോകണം. അപ്പോൾ എന്താ പറയുക മക്കൾ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് വണ്ടി കഴുകാൻ പോയിട്ടുണ്ട്. ഞാൻ വേഗം അപ്പോഴത്തേക്ക് എന്താ പറയുക കിച്ചണിലെ പണിയൊക്കെ തീർന്നിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. എന്നിട്ട് നേരെ പരിപാടികളൊക്കെ പോകണം കഴിയും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കൊണ്ടുപോകണം. ടേക്ക് കെയർ, ബൈ ബൈ.